ഇവിടെ ആയിരിക്കുന്ന എല്ലാ കൂടി വന്ന ദൈവജനത്തിനും ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ ഞാൻ എന്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ പിതാവ് സെക്രട്ടറിച്ചാൻ അവരെയൊക്കെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ള പ്രത്യേക ദൈവസന്നിധിയിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം കർത്താവിനൊന്ന് വായിക്കുവാൻ ശരണപ്പെടുകയാണ്. പ്രവാചകന്റെ പുസ്തകം ചജി വായിച്ച് നിർത്തിയൊരു വചനമാണ്. അതിന്റെ തൊട്ടടുത്ത 38-18 അധ്യായത്തിന്റെ 18 വാക്യം വായിച്ചു. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല, കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ, ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിൽ കൂടെ ദൈവം ഇടപെടണം. കർത്താവ് സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഞാനതിൽ പ്രസംഗിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, പാതാളം ദൈവത്തെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിലിറങ്ങുന്നവൻ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കൂടെ എല്ലാം അവസാനിക്കും. സെക്രട്ടറി ഞാൻ പറഞ്ഞത് ഞാൻ കടമെടുക്കുക. ഞാനത് കേട്ടപ്പോൾ നടുക്കിപ്പോയി. സെക്രട്ടറി ശരിയല്ലേ സെക്രട്ടറി ഞാൻ പറഞ്ഞത്? അദ്ദേഹം ഒരു ക്യാൻസർ രോഗം വന്ന് മരണത്തിന്റെ മുന്നിൽ പോയിട്ട് വന്ന മനുഷ്യനാണ്. ക്യാൻസർ രോഗം വന്ന് മരണാസന്നതയിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും സ്ട്രോക്ക് വന്നു മുഴുവൻ തളർന്നു പോയിട്ട് അദ്ദേഹം ചുരുണ്ടു കൂടിപ്പോയതുപോലെ മുഖഷേപ്പെല്ലാം മാറിപ്പോയി. സംസാരിക്കാൻ മേലാത്ത സാഹചര്യമായി പോയി. ഒരു ഗ്ലാസ് വെള്ളം, ഒരു തുട്ട് വെള്ളം വേണമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമായി പോയി. ആ പറഞ്ഞ മനുഷ്യനാണ് ഇന്ന് ഈ സ്റ്റേജിൽ വന്ന് ഇവിടെ ഈ പാട്ട് പാടി ഇവിടെ ഇത്രയും ശക്തിയോടെ ദൈവവചനം. എനിക്ക് സെക്രട്ടറി ഞാൻ അത്രയും ശബ്ദം എടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഊർജ്ജവനെ, അദ്ദേഹം അത്രയും ദൈവസന്നിധിയിൽ ആ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഉള്ളിലെ ഓരോ ഞരമ്പും, അല്ലെ, നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ പാർട്ടിക്കാരൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇങ്ങനെ മുട്ടി ചുരുട്ടി പിടിച്ച്, അല്ലെ, അവസാനമാണെങ്കിൽ ഇങ്ങനെ ഈ ഗുലാബ് സിന്ദാബാദ് എന്നൊക്കെ പറയുന്നത് പോലെ, ഹല്ലേലൂയ, അങ്ങനെ പറയും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അവരുടെ ആവേശമാണ് എന്ന് പറഞ്ഞാൽ അതിലും ആവേശത്തോടു കൂടിയാണ് ഈ ക്യാൻസർ രോഗത്തിന്റെ അനുഭവത്തിൽ മരണം കണ്ട മനുഷ്യൻ, ഈ സ്ട്രോക്ക് വന്ന് നാവെടുത്തൊന്ന് ചലിപ്പിക്കാൻ പറ്റാത്ത ദൈവമനുഷ്യൻ ഇവിടെ വന്നിപ്പോ ഈ പാട്ട് പാടി പ്രസംഗിച്ചിട്ട് പോയത്. കരങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ തൊട്ട് പുറയിലിരിക്കുന്ന എന്റെ പ്രിയ പിതാവും അതിലൊട്ടും വ്യത്യസ്തനല്ല. അദ്ദേഹത്തിന്റെ രോഗമല്ലായിരുന്നു വന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അസമാധാനം നേരിട്ടപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് തന്നെ ജീവിതം വേണ്ടെന്ന് വെച്ച് മരണത്തിന് മുമ്പിലേക്ക് പോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഈ ബോഡി നാളെ രാവിലെ 8 മണിക്ക് ഫസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് 36 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ട ഒരു ശരീരമാണ് ഇന്ന് ഇവിടെ നിന്ന് അല്പസമയത്തിന് മുമ്പ് നമ്മളോട് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിൽ നിന്നുള്ള ദൂതുകളെ നമ്മളോട് അരളി പറയുവാൻ നമ്മളിവിടെ എത്തിയിരുന്നത്. ഹല്ലേലൂയ. ഇത് നിസ്സാര കാര്യമല്ല. ഇതൊരു സാക്ഷികളുടെ വലിയ സമൂഹമാണ്. അന്ന് 36 വർഷം മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് കർത്താവിന്റെ അംശത്തിൻ പ്രിയ ഹല്ലേലൂയ എന്റെ പ്രിയ പിതാവ് അല്ല ഈ ശശിപാസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഇന്നിവിടെ പ്രസംഗിക്കത്തില്ലായിരുന്നു. മണ്ണോട് മണ്ണ്, അസ്ഥിയോട് അസ്ഥി, മണ്ണോട് മണ്ണ് കലർന്നു പോയേനെ. ഹല്ലേലൂയ. ഇന്നേക്ക് അല്പനാളുകൾക്ക് മുമ്പ് ഈ 2 രോഗങ്ങൾ നേരിട്ട് സെക്രട്ടറി ഞാൻ ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കത്തില്ല. ഏറെ വ്യത്യസ്തമല്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ 2 പ്രാവശ്യം കണ്ണു തിരുമ്മി അടച്ച് മരണം എന്റെ പിതാവും അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയിലെ ഇന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒക്കെ ലേഡീസിന്റെ ഇതിലെ ഏറ്റവും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ കോട്ടയത്തുള്ള പ്രിയ ഷോണാന്റി ഒക്കെ എന്റെ കണ്ണ് തിരുമ്മി അടച്ചു മരണം കണ്ട. അങ്ങനെ ഞാൻ മരണം കണ്ട ഒരു വ്യക്തിയാണ്. എന്നാൽ അതിൽ നിന്ന് ദൈവം ജീവൻ തിരിച്ചു തന്ന് ഇന്ന് ഈ പുസ്തകമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ഉറക്കെ പറയുന്നു. ഈ തിരുവചനത്തിൽ ഇസ്കിയാവ് എന്ന് പറഞ്ഞ പ്രിയ ചാച്ചി പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ഒരു രാജാവ് ഉണ്ടായിരുന്നു.
അദ്ദേഹത്തോട് പ്രവാചകനായിട്ടുള്ള യെശയ്യാ പ്രവാചകനിൽ കൂടി തന്നോട് ഒരു ദൂത് അറിയിക്കുവാൻ കൂടെ തീർന്നു. നീ നിന്റെ ഗ്രഹകാര്യം ക്രമീകരിച്ചു, നിന്റെ മരണം അടുത്തിരിക്കുക, ഗ്രഹകാര്യം എല്ലാം ക്രമീകരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചുമരിനോട് തന്റെ മുഖം ചായച്ചു വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ട് അദ്ദേഹത്തിന്റെ ആയുസ്സിനെ നീട്ടിത്തരുവാൻ കൂടെ എത്തുന്നു. ദൈവമക്കളെ, ഇന്നിവിടെ തുറന്നൊരു ആലയമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ച ഈ ആലയം ഹല്ലേലൂയ വാഗമണ്ണില്, ഈ പൈൻവാലിയില്, ഏറ്റവും മനോഹരമായ ഈ ദേശത്ത് ദൈവം തന്നിരിക്കുന്ന ഈ ഭവനത്തിന്റെ ഏറ്റവും മുകളിൽ ഈ മട്ടുപ്പാവിൽ ഏകദേശം 150-150 പേർക്ക് ഇരിക്കാവുന്ന സജ്ജീകരണത്തിൽ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരാലയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നേരത്തെ കർത്താവദാസൻ പറഞ്ഞതുപോലെ ഇവിടെ ആളുകൾ കൂടി വരും. ഇപ്പോൾ നമ്മൾ ചുരുക്കം പേരേ ഉള്ളൂ ഇവിടെ. ഞാനിന്ന് ശ്രദ്ധിച്ചു, ഹല്ലേലൂയ, എന്റെ കൂട്ടനായി എനിക്ക് തുണയായി തന്ന എന്റെ കർത്താവദാസിയും നമ്മുടെ ആ കോഴിക്കാരൻ സഭയിലെ പ്രിയ റൂമിപ്പോളും ഹല്ലേലൂയ, അവര് പറയുന്നു വന്ന് തിടുക്കത്തിൽ വന്ന് ഇവിടെ വരുന്നവർക്കെല്ലാം ഉള്ള ആഹാരം എല്ലാം ക്രമീകരിച്ച് ഇവിടെ ആരാധന തുടങ്ങുന്നതിന് വരെ അവർ വളരെ ബന്ധപ്പെട്ടിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയോ? ജനം വരണം, അവരനുഗ്രഹിക്കപ്പെടണം. അവർ പോകുമ്പോൾ വെറുതെ പോകരുത്. യേശുവിന് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ പന്തിയിലിരുത്തി അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി 12 വട്ടി നിറച്ചു കൊടുത്തൊരു കർത്താവാണ് നമ്മുടെ ദൈവം. ആ കർത്താവിന്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് അവരത്രയും ബന്ധപ്പെട്ടത്. അവരതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ മറ്റു കാര്യങ്ങളെല്ലാം അവരുപേക്ഷിച്ചു. പക്ഷേ ജനം നമ്മൾ പ്രതീക്ഷിച്ചവരാരും വന്നില്ല. നമ്മൾ ഒത്തിരി പേരോട് പറഞ്ഞു, ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പേരോട് പറഞ്ഞു, അവരാരും ഇന്ന് ഇവിടെ വന്നില്ല. ഒരു കാര്യം ഒന്ന് ഓർത്തോ, നമ്മുടെ ജീവൻ ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ശരിയാ, സെക്രട്ടറി ഞാൻ പറഞ്ഞ വാസ്തവമായ കാര്യമാണ്. ഇന്ന് നമ്മൾ വാണിജ്യ സ്ഥാപനങ്ങളിൽ കടകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടിവിക്ക് ഇത്ര വർഷം ഗ്യാരണ്ടി പറയുന്നുണ്ട്, ഒരു സൗണ്ട് സിസ്റ്റത്തിന് ഇത്ര വർഷം ഗ്യാരണ്ടി പറയുന്നുണ്ട്. നീ അരയ്ക്കുന്ന അടുക്കളയിലുള്ള മിക്സി മുതൽ നീ എന്ത് തന്നെ എടുത്താലും, അല്ലെ, അപ്പം ചുടുന്ന ചീനിച്ചട്ടിക്ക് പോലും ഇപ്പൊ എന്താ ഗ്യാരണ്ടി ഉണ്ട്. സകലത്തിന് ഗ്യാരണ്ടി ഉണ്ട്. 3 വർഷം, 4 വർഷം, 5 വർഷം. ചില വാഷിംഗ് മെഷീൻ, നീ അലക്കുന്ന തുണി അലക്കുന്ന വാഷിംഗ് മെഷീൻ ഒക്കെ 10 വർഷമൊക്കെ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് 10 വർഷം ഇരിക്കുമെന്ന്. പക്ഷെ എന്നോടോ നിന്നോടോ നാളെ ജീവിച്ചിരിക്കുമോ, അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമോ എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഒരു ഗ്യാരണ്ടിയും ഇല്ല. നമ്മൾ കണ്ടതാണ്, എത്രയോ മരണങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടതാണ്. കഴിഞ്ഞ ഓണാഘോഷത്തിൽ നിയമസഭയിൽ പാട്ടുപാടി ആനന്ദിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി കുഴഞ്ഞു വീണ് മരണത്തിലേക്ക് പോയി. അദ്ദേഹം ഓർത്തായിരുന്നു, അദ്ദേഹം ചിലപ്പോൾ സ്വപ്നം കണ്ടു കാണുമായിരിക്കും, ഈ ഡാൻസ് പരിപാടി എല്ലാം കഴിഞ്ഞ് തന്റെ സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് നല്ല ഓണസദ്യയൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാനിരുന്ന വ്യക്തിയാ. പക്ഷേ ആ ഓണത്തിന്റെ അവധിയില് അദ്ദേഹം ആ ഭവനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കാനിരുന്നതായിരിക്കും. പക്ഷേ നടന്നില്ല. അങ്ങനെ എത്രയോ എത്ര പേർ വഴിയിൽ വെച്ച് നശിച്ചു പോകുന്നു. കഴിഞ്ഞിടയ്ക്ക് ഒരു ദാരുണമായിട്ടുള്ള സംഭവം നമ്മൾ കണ്ടതല്ലേ, അല്ലേ? ഒരു താർ ജീപ്പില് ആ സഹോദരങ്ങളെ അല്ലേ അവരെ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയില് പെട്ടെന്ന് പോയി ആ വണ്ടി ഇടിച്ചു കയറി. എന്റെ പെങ്ങളുടെ വീടിനടുത്തുള്ള ഒരു നല്ല കുടുംബമായിരുന്നു ഈ കൊല്ലം മൈനാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ കുടുംബത്തെ കുറിച്ച് നമുക്ക് നല്ല കാര്യമേ ഉള്ളൂ. ഒത്തിരി പാവങ്ങളെ സഹായിച്ചിട്ടുള്ള നല്ല ഒരു കുടുംബമായിരുന്നു. സഹോദരങ്ങളെ എയറോഡ്രോമിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്താൻ പറ്റിയില്ല. വഴിയിൽ വെച്ച് പട്ടുപോയി. അപ്പൊ മരണം എപ്പം വേണേലും ആർക്ക് വേണേലും സംഭവിക്കാൻ പറ്റും. പക്ഷേ പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവൻ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നില്ല. എന്നാൽ ആരാ? ജീവനുള്ളവൻ. ഇന്ന് ചെയ്തതുപോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കുന്നു. പറയാ, ഇന്ന് ഞാൻ ചെയ്തതുപോലെ. അപ്പൊ എന്നും സ്തുതിക്കുന്ന ആളാണ്, എന്നും ദൈവത്തെ ആരാധിക്കുന്ന ആളാണ്, എന്നും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഉറപ്പോടെ പറയുന്നത്, ഇന്ന് ഞാൻ ചെയ്തതുപോലെ ജീവനുള്ളവൻ ആരെ സ്തുതിക്കും? നിന്നെ സ്തുതിക്കും. ദാവീദ് പോലും പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, ഞാൻ മരിച്ച ഈ ധൂളി നിന്നെ സ്തുതിക്കുമോ എന്ന് വെച്ചാൽ ഈ പൊടി, ഈ മണ്ണിലെ പൊടി, ഇത് നിന്നെ സ്തുതിക്കുമോ? ഇല്ല, ഞാൻ ജീവനോടെ ഇരുന്ന് നിന്നെ സ്തുതിക്കും. ദൈവമക്കളെ, ഇതാ സുപ്രസാദ കാലം, ഇതാ രക്ഷാ ദിവസം.
ഇപ്പൊ ഒരു അവസരം തന്നിരിക്കുക, ഓരോരുത്തരോട് വിളിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഓരോരുത്തരോട് ഈ സന്ദേശം പറയാം. വാ വാ, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്, വാ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഞാനും ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ആരും വരുന്നില്ല, ഞാൻ വിളിക്കുന്നവരാരും വരുന്നില്ല. പലരും വരുന്നില്ല ആരാധിക്കാം, കൂട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ബസ് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. കർത്താവ്, ഞാൻ ഇത്രയും പേരോട് പറഞ്ഞു, ഇത്രയും പേരെ വിളിച്ചോണ്ടിരിക്കുക, ഞാൻ ഇവരെല്ലാം വിളിക്കുന്നു, അവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു, വരണം എന്ന് പറയുന്നത്. എന്റെ ഭാര്യയാണെങ്കിൽ എല്ലാം ഒരുക്കി ഇവിടെ കാത്തിരിക്കുക, അവർക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം ഒരുക്കി ആരാധനയ്ക്ക് വരുന്നവരെല്ലാം സംതൃപ്തിയോടെ വിടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. എന്നിട്ടും ആരും വരുന്നില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ അതൊക്കെ ഓർത്ത് വളരെ ഇതിൽ ബസ് ഓടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പെട്ടെന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ ഒരു ദൈവശബ്ദം എന്റെ കാതിൽ കേട്ടു. നീ നോഹയെക്കാളും വലിയ പാസ്റ്ററാണോ? നോഹയെക്കാളും വലിയ? നോഹയോട് പറഞ്ഞു, പ്രസംഗിക്കാൻ പറഞ്ഞു, രക്ഷയെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഇത് നശിക്കാൻ പോവാ, ഇപ്പൊ മുമ്പേ പറയാൻ പോകുന്നു, പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ഈ ഭൂമി തീക്ക് ഇരയാകാൻ പോവാ എന്ന് പറയുമ്പോൾ ന്യായവിധി വരാൻ പോവുകയാണ്. അപ്പൊ ന്യായവിധി വെളിപ്പെടുന്നതിന് മുമ്പ് നീ ഈ പെട്ടകത്തിൽ കടക്ക്, ഈ രക്ഷയിലേക്ക് കടക്ക്. എപ്പോഴാണ് ഒരു ന്യായവിധി വെളിപ്പെടുന്നത് അറിയത്തില്ല. അന്നേരം ഈ കഥ ഇപ്പൊ തുറന്നു കിടക്കും കേട്ടോ. ഈ ആലയത്തിന്റെ കഥ ഇപ്പൊ തുറന്നു കിടക്കും അല്ലേ സെക്രട്ടറി? കോഴിക്കാലത്ത് നിങ്ങൾ വന്ന അവിടുത്തെ ആലയത്തിന്റെ കഥ പോലെ അച്ചാച്ചി രാത്രിയിലാണ് വല്ല മഞ്ഞ് കയറാതിരിക്കാൻ വേണ്ടി വല്ലോ, അത് ചുമ്മാ ചാരത്തുള്ളൂ, അത് എപ്പോഴും തുറന്നു കിടക്കുക. ആലയത്തിന്റെ കഥകൾ എപ്പോഴും തുറന്നു കിടക്കുക. പക്ഷെ ഈ കഥ അടയ്ക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. നീ നിലവിളിച്ച് എന്നെ രക്ഷിക്കണമേ, ഈ രോഗത്തിൽ തന്നെ ഒന്ന് രക്ഷിക്കണമേ, ഈ കടബാധ്യതയിൽ തന്നെ ഒന്ന് രക്ഷിക്കണമേ, എന്റെ മാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ദിവസം വരും. അല്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ലേ? അന്ന് നീ എടുക്കുന്ന പണമോ നീ സമ്പാദിക്കുന്ന സ്വത്തോ ഇതൊന്നും നിന്നെ രക്ഷിക്കാൻ കാണത്തില്ല. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ അനുഭവിച്ചിട്ടുള്ള. ഹല്ലേലൂയ. എന്റെ മാതാവ് ഈ കഴിഞ്ഞിടയ്ക്ക് എന്റെ മാതാവിന്റെ മരണം ഞാൻ എന്റെ ഈ ഇതിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഞാൻ അനുഭവിച്ചത്. എന്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ വന്ന എന്റെ മാതാവ് മരിക്കുന്നത് അതാണ് ഞാൻ അനുഭവിച്ചത്. എന്റെ പിതാവിന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ ചികിത്സയും നൽകി. എന്നാല് ഒത്തിരി സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാ രീതിയിലും അവരെ സഹായിക്കുന്നു. പക്ഷെ അവരെ ആ സാമ്പത്തികത്തിനോ ഇതിനോ ഒന്നും അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. അവരെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. അവരെ ദൈവം കൊടുത്തിരിക്കുന്ന ആയുസായിരിക്കും, എന്തും ആയിക്കോട്ടെ. അപ്പൊ അത് എന്റെ കുടുംബത്തിൽ തന്നെ ഞാൻ അനുഭവിച്ചത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ആരുടെ പണത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാമോ, എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് എന്റെ ജോലിയോടനുബന്ധിച്ച് എനിക്ക് എന്റെ മാതാവ്, പിതാവ്, എന്റെ മക്കൾ എല്ലാവർക്കും കൂടെ ചേർന്ന് അവർക്കുള്ള എല്ലാ ഇൻഷുറൻസും ഉണ്ട്. അവർക്ക് വേണ്ട മെഡിക്കൽ ക്ലെയിം ചെയ്തെടുക്കാം. ഇപ്പൊ എന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ മെഡിസിന്റെ പരിപാടിയുണ്ട്, അതിനകത്തിൽ ഞാൻ ചേർന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വതന്ത്രം എന്ത് ചെയ്യും, അതിനകത്തിൽ ചേർന്ന് നമുക്ക് പൈസ കിട്ടും, നമുക്ക് വേണം പരിശോധിക്കാം, ചികിത്സ നടത്താം, ചെക്കപ്പ് നടത്താം. അല്ലെങ്കിൽ സ്വതന്ത്രം. ഞാൻ അപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി, എത്ര ഇൻഷുറൻസ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും, എത്ര മുമ്പേ നീ പണം അടച്ച് നിന്നെ ആലടിയ സ്തോത്രം, നിനക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, ഏത് ഹോസ്പിറ്റലിൽ വേണേ പോയി നിനക്ക് ചികിത്സിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും AC ഉള്ള TV ഒക്കെ വെച്ചിരിക്കുന്ന നല്ല പേവാർഡില് നല്ല രീതിയിൽ ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ പോയി നിനക്ക് ചികിത്സ ലഭിക്കുമെന്നുള്ള എല്ലാ ഇൻഷുറൻസും മുൻകേർ നീ പണം അടച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു കാര്യം പറയാം, അടുത്ത നിമിഷം നീ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. ആ ആശുപത്രിയുടെ പടി എത്തുന്നതിന് മുമ്പേ നീയോ ഞാനോ മരിച്ചു പോയെങ്കിൽ നിന്നെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. അത് സാധിക്കുന്ന ഒരേ ഒരുവനെ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇന്ന് ഞാൻ ജീവനുള്ളവനായി ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ. അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനല്ലേ ആ വാക്യം പറയുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം, ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അപ്പൊ ജീവനുള്ളവൻ നമ്മളെ ചുമ്മാ നടക്കണോ? നല്ല ദൈവം പറയുന്നത് ദൈവത്തെ സ്തുതിക്കണോ? നമ്മയോട് ദൈവത്തെ സ്തുതിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ലേ, ഇതിനനുഗ്രഹം ഉണ്ടാവും. ജീവനോടെ ദൈവം അത്ര ആയുസ് തന്നില്ല, മതി. ഈ ആയുസ് തരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ ഒരു ഭാഗ്യം തന്നെങ്കിൽ ആരെ നോക്കരുത്. ഞാൻ ഒറ്റയ്ക്കൂടെ വിശ്വാസം തിരിച്ചൊരു വ്യക്തിയാണ്.
എന്റെ അപ്പനെ അമ്മയോ സഹോദരങ്ങളെ ആരും നോക്കിയില്ല. ആരും നോക്കിയില്ല. യേശുവിനോട് ദൈവം നമുക്ക് സ്തുതിക്കാൻ ഒരു അവസരം തന്നാൽ ആരുടെയും മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ആരോടും അഭിപ്രായം ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഓർത്തോണം കേട്ടോ. സുദാനെന്ന് ചുമ്മാ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയിട്ട് നൈജീരിയയിലെ ഒന്ന് അയച്ചു നോക്കിയോ. അല്ല എത്രയോ ക്രിസ്ത്യാനികളെ ആരുടെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്ന അമേരിക്കയിൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആരുടെ പ്രസിഡന്റ് ട്രംപ് പോലും ആരുടെ സ്വന്തം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒത്തിരി ക്രിസ്ത്യൻസ് മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലോകരാജ്യങ്ങൾ ഇടപെടുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ദിവസം 10 പാസ്റ്റർമാരെ അവരുടെ കൂടെയുള്ള വിശ്വാസികളെ ഒരു കുഴിയിലേക്ക് കൊന്നിട്ട് അവരെ കൊണ്ട് അടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും. മനസ്സിലായോ? അങ്ങനെയുള്ള പ്രതിസന്ധികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എത്ര സ്വാതന്ത്ര്യം ഈ ഇന്ത്യയിൽ അല്ലെ, ഈ കേരളത്തിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് എത്ര സ്വാതന്ത്ര്യമാണ്, ദൈവത്തെ വിളിക്കാൻ നമുക്ക് എത്ര സ്വാതന്ത്ര്യമാണ്. പക്ഷെ അപ്പൊ നമുക്ക് ദൈവത്തെ വേണ്ട, നമുക്ക് ആരാധന വേണ്ടത്, നമുക്ക് സ്തുതികൾ വേണ്ട, സ്തോത്രം വേണ്ട. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നാം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് നാം ആരുടെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഈ പദവികളോ അല്ലെങ്കിൽ ഇന്ന് നാം ആരുടെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നന്മയ്ക്കും അല്ലെങ്കിൽ ഇന്ന് നാം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പത്തിനും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദിവസം വരും. ഹല്ലേലൂയ. ആ ദിവസം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ പറയുക, നോഹ 150 വർഷം പ്രസംഗിച്ചല്ലേ, പെട്ട ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, പ്രസംഗിച്ചു നടന്നു. അപ്പച്ചൻ ഓരോ കവലയിൽ നിന്ന് പ്രസംഗിച്ചു. ഒരു മനുഷ്യൻ പോലും ദൈവം ആ മനുഷ്യനോട് തോന്നിയില്ല. അദ്ദേഹം തന്നെ വീട്ടിൽ വരുമ്പോൾ ഓർക്കണം, എന്റെ ദൈവം ഞാൻ ഇത്രയും പ്രസംഗിച്ചു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇത് ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് ഇത് എന്നൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം അല്ലെ. ഇങ്ങനെ ചരിത്രത്തിൽ അന്ന് വരെ അങ്ങനെ ഒരു പെട്ടാവ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ അതുപോലൊരു പണിയാണ് ദൈവം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൽ ഇറങ്ങിച്ചിരിച്ച ദൈവമക്കളെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഓർക്കും അതിന് എന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും ഓണമാണോ എന്നൊക്കെ ഓർത്തു പോകും. ഈ പുള്ളിക്ക് എന്നതിന്റെ അസുഖം അല്ലെ. നമ്മളിപ്പോ ഇവിടെ ആരെയും ഇത് കൊണ്ടു ഇപ്പൊ ചാനില്ല, കസാരയുടെ മണ്ട സ്പീക്കർ എത്തി എന്നിട്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നോഹപ്പച്ചനോട് ഇങ്ങനെ തന്നെ. പക്ഷേ ഹല്ലേലൂയ, ഒരു ദിവസം പെട്ടകത്തിന്റെ വാതിലടച്ചു. ആരടച്ചു? ദൈവം അടച്ചു. നോഹപ്പച്ചന് അയ്യോ, ഞാൻ ഇന്നലെ കൂടെ പ്രസംഗിച്ചപ്പോ കണ്ടതാ, ഈ മനുഷ്യനെ ഞാൻ ഇന്നലെ കൂടെ പ്രസംഗിച്ചപ്പോ കണ്ടതാ, അയ്യോ ഇന്നലെ ഇവരോടായിരുന്നു ഞാൻ പ്രസംഗിച്ച, അവരെ കൂടെ ഒന്ന് കേട്ടാ എന്ന് പറഞ്ഞ അതിന് ആ വാതിലിനകത്ത് കയറ്റാൻ പറ്റുമോ? ദൈവം അടച്ച വാതിലിൽ കയറ്റാൻ പറ്റിയോ? ഇല്ലെന്നേ. അത് നിന്റെ എത്ര വലിയ വേണ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ നിന്നെ സ്വാധീനം ചെലുത്തുന്നോ, നീ സ്വാധീനം ചെലുത്തപ്പെടുന്നതായിട്ടുള്ള ഏത് വ്യക്തിയാണെന്ന് പറഞ്ഞാലും ദൈവം ഒരു വാതിൽ അടച്ചാൽ അതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ആരുടെ കർത്താവിന്റെ അഭിഷിക്തന്മാരിൽ കൂടി കേട്ട ദൈവിക സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ദൈവം തന്നിരിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിച്ച് വിടുതലേൽക്കുവാനുള്ള നല്ലൊരു സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ തന്നെ നേൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആരാധനയുടെ സമയം ഹല്ലേലൂയ തീരാൻ പോവുകയാണല്ലോ. നമുക്ക് ഒറ്റ വാക്കുകൾ വായിച്ചാൽ പെട്ടെന്ന് തന്നെ നിർത്തുന്നു. റോമാലേഖനം